വൈറ്റ് സ്വാൻ ബിഗ് ബ്രേക്കിംഗ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ചുരുളഴിയുകയാണ്. പാവപ്പെട്ട കർഷകരുടെ പേര് പറഞ്ഞ് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ മറവിൽ സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കാനുള്ള കേരള സർക്കാരിന്റെ ഏറ്റവും പുതിയ തട്ടിപ്പാണ് PM കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനർട്ടിൽ അരങ്ങേറുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല തെളിവുകൾ സഹിതം ഈ പകൽക്കൊള്ള പുറത്തു കൊണ്ടുവന്നപ്പോൾ പതിവ് പോലെ മൗനത്തിന്റെ വാൽമീകത്തിലിരിക്കുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ പതറുന്ന മന്ത്രിയും വസ്തുതകളെ വളച്ചൊടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ചേർന്ന് കേരളത്തിൽ നടപ്പാക്കുന്നത് കമ്മീഷൻ രാജിന്റെ ഇരുണ്ട അധ്യായമാണ്. രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഓരോ ആരോപണവും ഓരോ ഡിക്റ്റേറ്റീവ് നോവലിനെ വെല്ലുന്ന ഗൂഢാലോചനയുടെയും ചതിയുടെയും കഥയാണ് പറയുന്നത്. കർഷകർക്ക് സൗജന്യമായി സൗരോർജ്ജ പമ്പുകൾ നൽകാൻ ലക്ഷ്യമിട്ട PM കുസും പദ്ധതി തുടക്കത്തിൽ തന്നെ അഴിമതിയിൽ മുങ്ങുകയാണ്. 240 കോടി രൂപയുടെ ടെൻഡറിൽ അധികാര ദുർവിനിയോഗം നടന്നതായാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ. വെറും 5 കോടി രൂപയുടെ ടെൻഡർ വിളിക്കാൻ മാത്രം സാമ്പത്തിക അധികാരമുള്ള അനർട്ട് CEO നരേന്ദ്രനാഥ് വെല്ലൂരി സർവീസ് ചട്ടങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത്. ഈ അഴിമതിയുടെ ആഴം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ നടപടി മാത്രം മതി. ഈ ഭീമമായ തുകയുടെ ടെൻഡർ വിളിക്കാൻ ആരാണ് അനുമതി നൽകിയത്? വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇത് അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞുകൊണ്ട് മൗനാനുവാദം നൽകുന്നതോ? രമേശ് ചെന്നിത്തല ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ദിവസങ്ങളായി. എന്നാൽ മറുപടി നൽകേണ്ട മന്ത്രിയുടെ നാവ് ഇറങ്ങിപ്പോയതുപോലെയാണ്. ഇതിനിടയിലാണ് അനർട്ട് CEOയുടെ വിചിത്രമായ ന്യായീകരണ കുറിപ്പ് വരുന്നത്. 240 കോടിയുടെ ടെൻഡർ വിളിച്ചിട്ടേയില്ല എന്ന പച്ചക്കള്ളമാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്. എന്നാൽ സംസ്ഥാനത്തിന്റെ ഈ ടെൻഡർ പോർട്ടൽ കള്ളം പറയില്ലല്ലോ. 2 തവണ 240 കോടിയുടെ ടെൻഡർ വിളിച്ചതിന്റെ രേഖകൾ ചെന്നിത്തല പുറത്തുവിട്ടതോടെ CEOയുടെ കള്ളം പൊളിഞ്ഞ് പാളീസായി. അധികാരം ദുർവിനിയോഗം ചെയ്ത് സ്വന്തക്കാർക്ക് കരാർ നൽകാൻ കളമൊരുക്കാനുള്ള ആദ്യപടിയായിരുന്നു ഈ ടെൻഡർ എന്ന് പകൽ പോലെ വ്യക്തം. അഴിമതിയുടെ തിരക്കഥയിലെ അടുത്ത രംഗം അരങ്ങേറുന്നത് ആദ്യ ടെൻഡർ റദ്ദാക്കുന്നതോടെയാണ്. ഏറ്റവും കുറഞ്ഞ തുക ക്വാട്ട് ചെയ്ത അതിഥി സോളാർ എന്ന കമ്പനി ദുരൂഹ സാഹചര്യത്തിൽ പിന്മാറിയെന്നാണ് അനർട്ടിന്റെ വാദം. എന്നാൽ ഈ പിന്മാറ്റത്തിന്റെ രേഖകൾ എവിടെ? പിന്മാറിയെന്ന് പറയുന്ന കമ്പനി അതിനുശേഷം നടന്ന ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തത് എന്തിന്? ആ യോഗത്തിന്റെ മിനിറ്റ്സിൽ എവിടെയും തങ്ങളെ പരിഗണിക്കേണ്ടെന്ന് ഈ കമ്പനി പറഞ്ഞതായി രേഖയില്ല. പകരം ആരും ടെൻഡറിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് ആദ്യ ബിഡ് റദ്ദാക്കുന്നത് എന്നാണ് ഈ ടെൻഡർ പോർട്ടലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊരു പച്ചക്കള്ളമാണിത്! കുറഞ്ഞ നിരക്കിൽ പദ്ധതി നടപ്പിലാക്കാൻ വന്ന കമ്പനിയെ ഭീഷണിപ്പെടുത്തിയാണോ പിന്തിരിപ്പിച്ചത്? അതോ സ്വന്തക്കാർക്ക് ഉയർന്ന നിരക്കിൽ കരാർ നൽകാൻ വേണ്ടി നടത്തിയ നാടകമായിരുന്നു ഇത്? സാധാരണഗതിയിൽ ടെൻഡറിൽ നിന്ന് പിന്മാറുന്ന കമ്പനിയുടെ മുൻകൂർ പണം സർക്കാർ കണ്ടുകെട്ടാറുണ്ട്. ഇവിടെ അതുണ്ടായോ? ഇല്ല. കാരണം എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചായിരുന്നു നടന്നത്. കർഷകർക്ക് കിട്ടേണ്ട പദ്ധതിയുടെ നിരക്കുകൾ ഇരട്ടിയാക്കി ഉയർത്തി. കോടികൾ കമ്മീഷൻ അടിക്കാൻ നടത്തി ഗൂഢാലോചനയുടെ ആദ്യ വിജയമായിരുന്നു ഈ ടെൻഡർ റദ്ദാക്കൽ. ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന വൈദ്യുതി വകുപ്പും സർക്കാരും കേരളത്തിലെ കർഷകരെയാണ് വഞ്ചിക്കുന്നത്. അഴിമതി അവിടെയും നിന്നില്ല. ഓരോ കമ്പനിക്കും അവരുടെ ഗ്രേഡിംഗ് അനുസരിച്ചുള്ള ശേഷിയുള്ള പ്ലാന്റുകൾ മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന് ടെൻഡർ രേഖകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് കുറഞ്ഞ ട്രേഡിംഗിലുള്ള വേണ്ടത്ര നിലവാരമില്ലാത്ത കമ്പനികൾക്ക് പോലും ഉയർന്ന ശേഷിയുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കരാർ നൽകി. സ്വന്തക്കാർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പോലും ഈ സർക്കാർ മടിച്ചില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണിത്. ഇതിലും വലിയ തട്ടിപ്പാണ് പിന്നീട് നടന്നത്. ടെൻഡറിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടിയ തുകയ്ക്ക് പല കമ്പനികൾക്കും ഓർഡർ നൽകി. ഉദാഹരണത്തിന് സൺ ടാറ്റിക്സ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി 7 കിലോവാട്ട് പ്ലാന്റിന് 5,32,925 രൂപയാണ് ക്വാട്ട് ചെയ്തത്. എന്നാൽ അവർക്ക് ഓർഡർ നൽകിയത് 5,93,004 രൂപയ്ക്കാണ്. അതായത് ഒരു കമ്പനിക്ക് മാത്രം ആവശ്യപ്പെട്ടതിനേക്കാൾ 60,079 രൂപ കൂടുതൽ. ഇതുപോലെ എത്രയെത്ര കമ്പനികൾക്ക് ഖജനാവിലെ പണം വാരിക്കോരി നൽകിയിട്ടുണ്ടാവും. ഇതിന്റെയെല്ലാം കമ്മീഷൻ ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോയതെന്ന് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കണം. ഒരു ടെൻഡറിലെ ഏറ്റവും പവിത്രമായ രേഖയാണ് ഫിനാൻഷ്യൽ ബിഡ്. അത് തുറന്നു കഴിഞ്ഞാൽ ഒരക്ഷരം പോലും മാറ്റാൻ പാടില്ല. എന്നാൽ അനർട്ടിൽ നടന്നത് കേട്ടുകേൾവിയില്ലാത്ത അട്ടിമറിയാണ്. 2025 ഡിസംബർ 21 തുറന്ന ഫിനാൻഷ്യൽ ബിഡിൽ നിലത്ത് സ്ഥാപിക്കുന്ന പ്ലാന്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് സമർപ്പിച്ചത് കോണ്ടാസ് ഓട്ടോമേഷൻ എന്ന കമ്പനിയായിരുന്നു. എന്നാൽ ബിഡ് തുറന്ന് 2 ആഴ്ച കഴിഞ്ഞ് 2023 ജനുവരി 5 ഈ കണക്കുകളിൽ അത്ഭുതകരമായ മാറ്റമാണ് നടന്നത്. കോണ്ടാസിന്റെ തുക ഉയരുകയും അതിനേക്കാൾ കൂടിയ തുക രേഖപ്പെടുത്തിയിരുന്ന ടാറ്റ സോളാറിന്റെ തുക ഏറ്റവും കുറഞ്ഞതായി മാറുകയും ചെയ്തു. എന്തൊരു മായാജാലമാണിത്! ഈ ടെൻഡർ പോർട്ടലിലെ തുകകൾ ആർക്കാണ് തിരുത്താൻ കഴിയുക? ഇതിനെയാണ് അനർട്ട് CEO ക്ലറിക്കൽ എറർ പരിഹരിച്ചെന്ന് ലജ്ജയില്ലാതെ വിശേഷിപ്പിക്കുന്നത്. ഇത് ക്ലറിക്കൽ എറർ അല്ല, ക്രിമിനൽ ഗൂഢാലോചനയാണ്. രാജ്യത്ത് നടക്കുന്ന എല്ലാ ടെൻഡറുകളിലും ഇതുപോലെ ക്ലറിക്കൽ എറർ പരിഹരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ടെൻഡർ സംവിധാനത്തിന്റെ വിശ്വാസ്യതയാണ് ഇവർ തകർത്തെറിയുന്നത്. ഇഷ്ടക്കാർക്ക് കരാർ നൽകാൻ വേണ്ടി നടത്തിയ ഈ നെറികെട്ട കളിയുടെ സൂത്രധാരൻ ആരാണ്? ഇതിന് മറുപടി പറയാൻ വൈദ്യുതി മന്ത്രിക്ക് ബാധ്യതയുണ്ട്. അഴിമതിയുടെ കഥ ഇവിടെയും തീരുന്നില്ല. ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ കൺസൾട്ടന്റായി മുൻപ് സ്വർണ്ണക്കടത്ത് കേസിൽ വിവാദത്തിലായ അതേ യങ് ആൻഡ് ഏണസ്റ്റ് കമ്പനിയെ നിയമിച്ചതിലും ദുരൂഹതകൾ നിറഞ്ഞതാണ്.
സർക്കാർ അനുമതിയില്ലാതെ ചട്ടങ്ങൾ ലംഘിച്ചാണ് ഈ നിയമനം. അനർട്ടിലെ താൽക്കാലിക ജീവനക്കാരനായി എല്ലാ ടെൻഡർ രഹസ്യങ്ങളും അറിഞ്ഞിരുന്ന വിനയ് പി എന്നയാൾ ജോലി രാജിവെച്ച് തൊട്ടടുത്ത ദിവസം ഇവയുടെ പ്രതിനിധിയായി അനർട്ടിൽ തിരിച്ചെത്തിയതിലെ പൊരുത്തക്കേട് ആരെയും ഞെട്ടിക്കുന്നതാണ്. എല്ലാ കള്ളക്കളികളും അതീവ രഹസ്യമായി നടപ്പിലാക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇതെന്ന് വ്യക്തം. ഇതിനെല്ലാം പുറമെയാണ് CAG റിപ്പോർട്ടിനെ കുറിച്ച് അനർട്ട് CEO നടത്തിയ പച്ചക്കള്ളം. ഈ അഴിമതികൾ നടന്ന കാലഘട്ടത്തിലെ CAG റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. എന്നിട്ടും റിപ്പോർട്ടിൽ ഒരു അപാകതയും കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്ന് ഭയക്കുന്ന കള്ളന്റെ വെപ്രാളമാണ് ഈ പ്രസ്താവനയിൽ കാണാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല ഉന്നയിച്ച തെളിവുകൾക്ക് മുന്നിൽ പകച്ചുപോയ സർക്കാർ ഇപ്പോൾ അന്വേഷണം എന്ന പ്രഹസനം നടത്തുകയാണ്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷിക്കാൻ അയാളെ തന്നെ ചുമതലപ്പെടുത്തുന്ന വിചിത്രമായ തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്. വനം വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ ക്രമക്കേട് കാണിച്ച് അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെയാണ് ഊർജ്ജ വകുപ്പിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത്. ആ ഫയൽ 3 വർഷത്തിനിടെ 188 തവണയാണ് വിവിധ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും മേശപ്പുറത്ത് കറങ്ങിത്തിരിഞ്ഞത്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് വ്യക്തമാക്കുന്നത് ഈ ഉദ്യോഗസ്ഥൻ ഭരണത്തിലെ ഉന്നതരുടെയും വിശ്വസ്തനാണെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുമാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ മൗനം ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും അനർട്ട് CEOയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ധൈര്യമില്ലാത്തത് ഈ കമ്മീഷൻ ഇടപാടിലെ പങ്ക് അദ്ദേഹത്തിലേക്കും എത്തുമെന്ന ഭയം കൊണ്ടാണോ? ഇത് കേരളത്തിൽ നടക്കുന്ന കോടികളുടെ കമ്മീഷൻ രാജിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഓരോ പദ്ധതിയിലും കൈയിട്ട് വാരി സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖമാണ് അനർട്ട് അഴിമതിയിലൂടെ പുറത്തു വരുന്നത്. രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടതുപോലെ അനർട്ടിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഇടപാടുകൾ ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ഫോറൻസിക് ഓഡിറ്റിംഗ് വിധേയമാക്കണം. ഈ അഴിമതി നിയമസഭാ സമിതി അന്വേഷിക്കണം. സത്യം പുറത്തു വരുന്നതുവരെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കട്ടുമുടിച്ച ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ അഴിമതിക്കെതിരായ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം. കാരണം ഇത് ചെന്നിത്തലയുടെ മാത്രം പോരാട്ടമല്ല, കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്ന മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാർക്ക് പിന്തുണ നൽകേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരന്റെയും ധാർമ്മികമായ കടമയാണ്.